സർക്കാർ ഇടപെടലിനെ തുടർന്ന് 3 ഡീക്കന്മാരുടെ തിരുപ്പട്ട ശുശ്രൂഷകൾ റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ. ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ നിർബാധം തുടരുന്ന ഡാനിയൽ ഒർട്ടേഗ ഭരണകൂടമാണ് തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് അനുമതി നിഷേധിച്ചത്. ഡീക്കൻ വെൻഡൽ ഫ്യൂണ്ടസ്, കെലിൻ ജോസ് മാർട്ടിനസ്, എർവിൻ ജോയൽ എന്നിവരുടെ തിരുപ്പട്ട ശുശ്രൂഷകളും പ്രഥമ ദിവ്യബലി അർപ്പണവും എസ്റ്റേലി രൂപതയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇവരുടെ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് നിയമപരമായ അംഗീകാരമില്ലെന്ന് 2 ദിവസം മുമ്പ് പോലീസ് രൂപതാ കേന്ദ്രത്തിലെത്തി അറിയിക്കുകയായിരുന്നു. എസ്റ്റേലി രൂപതയിൽ 2021 മുതൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മതകൽപ്പ രൂപതാ ബിഷപ്പ് റോളൻഡോ അൽവാരസിനെ ഒർട്ടേഗ ഭരണകൂടം നേരത്തെ 26 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. അന്താരാഷ്ട്ര ഇടപെടലുകളെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നാടുകടത്തപ്പെട്ട ബിഷപ്പ് ഇപ്പോൾ റോമിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ്. അവ്യക്തവും സഭയുടെ പരിധിക്കപ്പുറവുമുള്ള കാരണങ്ങളാൽ തിരുപ്പട്ട ശുശ്രൂഷകൾ റദ്ദാക്കുകയാണെന്നും ശുശ്രൂഷകൾ എത്രയും വേഗം നടക്കുന്നതിന് പ്രാർത്ഥിക്കണമെന്നും രൂപതയിൽ നിന്നുള്ള അറിയിപ്പിൽ പറയുന്നു. വൈദികരെന്ന നിലയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ രൂപതയെ സേവിക്കാൻ ദൈവം തങ്ങളെ ഉടൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡീക്കന്മാർ പ്രതികരിച്ചു. 2018 മുതൽ ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ നിക്കരാഗ്വയിലെ കത്തോലിക്ക സഭ കടുത്ത പീഡനങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. 2023 ഒക്ടോബറിൽ നിക്കരാഗ്വൻ ഗവേഷകയും അഭിഭാഷകയുമായ മാർത്ത പെട്രീഷ്യ രാജ്യത്തെ കത്തോലിക്ക സഭയുടെ ദുരവസ്ഥകൾ വിവരിക്കുന്ന പഠന റിപ്പോർട്ടിന്റെ 4ാം ഭാഗം പ്രസിദ്ധീകരിച്ചിരുന്നു. കത്തോലിക്ക സഭയ്ക്കെതിരായ 667 ആക്രമണങ്ങളെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ 5ാം ഭാഗം ഓഗസ്റ്റ് 15-ന് പ്രസിദ്ധീകരിക്കുമെന്ന് പെട്രീഷ്യ അറിയിച്ചു.